കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഈ കളരിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ കരുനാഗപ്പള്ളി ഏരിയയിലുള്ള ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തെക്കുറിച്ചും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നത്. അപ്പോൾ ഇവിടെ കളരി മാത്രമേ ചെയ്യുന്നുള്ളൂ? അല്ല, നിലവിൽ കളരി മാത്രമല്ല, കളരി സംബന്ധമായിട്ടുള്ള ചികിത്സയും ചെയ്യുന്നുണ്ട്. ഉഴിച്ചിൽ, പിരിച്ചിൽ മുതലായത് ലേഡീസിന് വൈഫാണ് ചെയ്യുന്നത്, ജെൻസിന് ഞാൻ ചെയ്യും. നമ്മൾ ഗുരുകുല സിസ്റ്റം അനുസരിച്ചുള്ള കളരിയാണ്. നാടൻ പശുക്കൾ, നാടൻ കൃഷി. കുട്ടികൾ വന്നു കഴിഞ്ഞാൽ വെറുതെ അഭ്യാസം മാത്രം പഠിക്കാതെ അവരെ ഒരു രീതിയിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ്. പണ്ടത്തെ ഗുരുകുല. അതെ അതെ അതെ. നമുക്ക് കളരിയൊക്കെ അറിയാമോ? 2-3 സ്റ്റെപ്പ് ഒന്ന് കാണിച്ചു തരുമോ? ചെരുപ്പൂരി ആശാൻ ഗുരുക്കളാണ് ഞങ്ങളുടെ വലിയ ആശാൻ. അദ്ദേഹത്തിന്റെ ഫോട്ടോ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിത് നിൽക്കുന്നത് തഴവയിലെ കടത്തൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങളൊരു കൃഷി വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വന്നപ്പോഴാണ് കളരിയെ പറ്റി ഇവിടെ നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞത്. അപ്പം ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടുത്തെ ആശാനാണിത്. ഇവിടെ ഇപ്പോ എത്ര നാളായിട്ട് തുടങ്ങി? നമ്മൾ 2 വർഷമായിട്ട് കളരി തുടങ്ങി. ഞാൻ 13 വർഷമായിട്ട് കളരി പഠിക്കുന്ന ആളാണ്. ഇവിടെ ഉള്ളതിനാണോ? അതെ അതെ, എൻ്റെ ജന്മസ്ഥലമാണ്. അദ്ദേഹത്തിന്റെ സ്ഥലം പുതിയകാവാണ്. തമിഴ്നാടുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞു. തമിഴ്നാടുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ മധുരയിൽ നിന്ന് ഒരു ഫാമിലി പഠിക്കാനായിട്ട് വന്നു. കുട്ടി ഇവിടെ നിർത്തി പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഹൈദരാബാദിൽ നമുക്ക് കളരിയുണ്ട്. അങ്ങനെ പല രീതിയിൽ വന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള, സാധാരണ ഇപ്പം നടക്കുന്ന കളരിയുമില്ല, പക്ക ട്രഡീഷണൽ ആയിട്ടുള്ള കളരിയാണ്. അവിടുത്തെ എല്ലാം കൊടുത്തോ? ഇതെന്താണ് ഇങ്ങനെ തടയി നോക്കി, തടവിട്ട് മണം കൈ വേണം വെച്ച് നോക്കി. സുന്ദരി ഇവരെല്ലാം ചേർന്നിട്ട് ഇവിടെ
തൈകൾ നടാൻ പോവാണ്. നമ്മുടെ ഈ ലാൻഡ് നമുക്ക് തന്ന ഓണർ കേട്ടോ. ശങ്കര വാ, എല്ലാവരും വാ, എല്ലാവരും വാ. എല്ലാം കൊടുത്തുണ്ട്. ഇവര് ഭയങ്കര ഉത്സാഹമായിട്ട് തന്നെ ഇവിടെ നടാൻ വിചാരിച്ചിരിക്കുകയാണ്. ചെറിയൊരു പരിപാടിയായിരിക്കും എന്ന് വിചാരിച്ചു ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു വലിയ പരിപാടിയായിരുന്നു. പക്ഷെ എല്ലാ കുട്ടികളും ഇവിടെ എത്തിയിട്ടില്ല. രാവിലെ ഇതെല്ലാം കഴിഞ്ഞായിരുന്നു. പിന്നെ വൈകിട്ട് കുറച്ച് കുട്ടികളെ ഉള്ളായിരുന്നു. അപ്പം കുട്ടികളും രക്ഷകർത്താക്കളും എല്ലാവരും ഉണ്ട് കൂടെ.